പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന പ്രസ്താവന ജി സുധാകരനെതിരെ കേസെടുത്തു. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന പ്രസ്താവനയിൽ ജെ സുധാകരനെതിരെ കേസെടുത്തിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആന്റണി, പോസ്റ്റൽ ബാലറ്റുകളിൽ കൃത്രിമം നടത്തിയെന്ന പ്രസ്താവന ജി സുധാകരൻ തിരുത്തിയെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതോടൊപ്പം തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് ഇതിൽ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് NGO അസോസിയേഷന്റെ ഒരു പരിപാടിയിൽ ജി സുധാകരൻ ഈ വിവാദമായ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. 1989 തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച CPIM സ്ഥാനാർത്ഥിക്ക് വേണ്ടി അന്ന് ഈ ബാലറ്റ് പേപ്പറുകൾ തുറന്ന് അതിൽ തിരുത്തലുകൾ വരുത്തി എന്നുള്ളതായിരുന്നു സുധാകരന്റെ പരാമർശം. ഏതായാലും അത് വലിയ വിവാദമായി. അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഇടപെട്ടു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ യു ഖേൽക്കർ ഇക്കാര്യത്തിൽ കേസെടുത്ത അന്വേഷണത്തിന് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ അമ്പലപ്പുഴയിലെ വീട്ടിലെത്തി മൊഴിയും എടുത്തു. അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ജില്ലാ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കേസെടുത്ത് അന്വേഷിക്കാനുള്ളൊരു നിർദ്ദേശം ആലപ്പുഴ സൗത്ത് പോലീസിന് നൽകുന്നത്. അങ്ങനെ ഇന്നലെ പക്ഷേ സൗത്ത് പോലീസിനെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം 36 വർഷം മുമ്പുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു നിയമോപദേശം അവർക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ അവരൊരു നിയമോപദേശം തേടി. അങ്ങനെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് സുധാകരനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ആ FIR-ൽ പ്രധാനമായും ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത് ജനപ്രാതിനിധ്യ നിയമം, 1951 ജനപ്രാതിനിധ്യ നിയമം, അതുപോലെ തന്നെ വ്യാജരേഖ ചമക്കൽ എന്നീ IPC-യിലെ വ്യാജരേഖ ചമക്കൽ എന്നീ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും നിർണായകമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ വൈകുന്നേരം ഈ കേസെടുക്കാനുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിന് പിന്നാലെ ജി സുധാകരൻ ഇതിൽ നിന്ന് പിന്മാറിയിരുന്നു. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു സുധാകരൻ പ്രധാനമായും പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു പൊതുവായ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. അല്പം അതിൻ്റെ ഒപ്പം കുറച്ച് ഭാവന കൂടി ചേർത്തു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും താൻ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. താൻ ഒരു തരത്തിലും ബാലറ്റ് പേപ്പർ തുറന്നു നോക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല. ഇത്രയും കാലം MLA ആയിരുന്നു, അതുപോലെ തന്നെ പൊതുപ്രവർത്തകനായിരുന്നു. ഈ ഒരു കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു കള്ളവോട്ട് പോലും താൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കെ സുധാകരൻ ഇന്നലെ വൈകുന്നേരം CPI-യുടെ കടക്കരപ്പള്ളിയിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞത്. ഏതായാലും അത്തരത്തിൽ ആ മലക്കം മറിച്ചിൽ കൊണ്ടൊന്നും കാര്യമുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ വെളിപ്പെടുത്തൽ വന്ന ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ ഗുരുതരമായി തന്നെ കണ്ടിരുന്നു. ഇതൊരു ഗൗരവതരമായ വിഷയം എന്നുള്ളതാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. കാരണം തെരഞ്ഞെടുപ്പ് അട്ടിമറി അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത്. കാരണം ഒരു കൃത്യമായ ചട്ടത്തിൻ്റെയും അതിൽ ആദ്യം ഒരു പ്രാഥമിക അന്വേഷണം ജില്ലാ കളക്ടർ നടത്തി. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴ തഹസിൽദാരുടെ നേതൃത്വത്തിൽ സുധാകരന്റെ വീട്ടിലെത്തി ബന്ധപ്പെട്ട് ഇതുവരെയും വന്നിട്ടില്ല. ഇന്നലെ സുധാകരൻ അതിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു. ശരി ആന്റണി, IPC ജനപ്രാതിനിധ്യ നിയമങ്ങൾ പ്രകാരമാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് പ്രധാനമായും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അത് കൂടാതെ പ്രധാനമായും ജനപ്രാതിനിധ്യ നിയമം 1951 ജനപ്രാതിനിധ്യ നിയമവും കൂടി ചേർത്തുള്ള കേസാണ് നിലവിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും നിർണായകമായ ഒരു കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും നിയമോപദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ നടപടിയിലേക്ക് നീങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 36 വർഷത്തോളം പഴക്കമുള്ള ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രേഖകൾ എത്രത്തോളം ലഭിക്കും, അതിനുള്ള തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. അതൊരു വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. പക്ഷേ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ കേസെടുക്കാനുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ നിയമോപദേശം വാങ്ങുകയാണ് ചെയ്തത്. ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും എടുത്തിരിക്കുന്നത് 1951 അതുപോലെ തന്നെ 1988 ജനപ്രാതിനിധ്യ നിയമത്തിലെ 135, 135A, 136, 128 വകുപ്പുകളും
IPC-യിലെ ഇന്ത്യൻ പീനൽ കോഡ് 1860-ലെ 465, 468, 471, അതായത് വ്യാജരേഖ ചമയ്ക്കൽ എന്ന IPC-യിലെ ഈ വകുപ്പുകളുടെ ഉപവകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമവുമാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും നിർണായകമായൊരു തീരുമാനം തന്നെയാണ്. ഏതായാലും സുധാകരൻ ഇക്കാര്യത്തിൽ എന്താണ് പ്രതികരണം എന്നാണ് അറിയേണ്ടത്.